ഒമാനിൽ വ്യാജ സർട്ടിഫിക്കറ്റുകൾ സംബന്ധിച്ച് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് തൊഴിൽ മന്ത്രാലയം. പ്രൊഫഷണൽ ക്ലാസിഫിക്കേഷൻ സർട്ടിഫിക്കറ്റുകളുടെയും പ്രാക്ടീസ് ചെയ്യുന്നതിനുള്ള ലൈസൻസുകളുടെയും വ്യാജരേഖയാണ് ഉണ്ടാക്കുന്നത്. ഇത്തരം പ്രവൃത്തികൾ നിയമലംഘനമാണെന്നും കനത്ത ശിക്ഷ ലഭിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. പ്രൊഫഷണൽ ക്ലാസിഫിക്കേഷൻ സർട്ടിഫിക്കറ്റുകളും പ്രൊഫഷണൽ പ്രാക്ടീസ് ലൈസൻസുകളും യോഗ്യതയുള്ള അധികാരികളിൽ നിന്നും സ്വീകരിക്കണം. അതായത് സെക്ടറൽ സ്കിൽസ് യൂണിറ്റുകളിൽ നിന്നും മാത്രമായി ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന് പറയുകയാണ് മന്ത്രാലയം. ഇഷ്യൂ ചെയ്യുമ്പോൾ അവയുടെ ആധികാരികത പരിശോധിക്കണം. അനധികൃതമായി ഉണ്ടാക്കുന്ന രേഖകൾ ഉപയോഗിക്കുന്നതിൽ നിന്നും സ്വീകരിക്കുന്നതിൽ നിന്നും കർശനമായി വിട്ടുനിൽക്കാൻ എല്ലാ ജീവനക്കാരോടും കമ്പനികളോടും മന്ത്രാലയം ആവശ്യപ്പെട്ടു. പ്രൊഫഷണൽ ക്ലാസിഫിക്കേഷൻ സർട്ടിഫിക്കറ്റും പ്രൊഫഷണൽ പരിശീലിക്കുന്നതിനുള്ള ലൈസൻസും പ്രധാനമാണ്. തൊഴിൽ പരിശീലിക്കാനുള്ള വ്യക്തിയുടെ സന്നദ്ധതയും യോഗ്യതയും പരിശോധിക്കുന്ന രേഖയാണിത്. ഒപ്പം പ്രൊഫഷണൽ കഴിവും പ്രകടനത്തിന്റെ ഗുണനിലവാരവും ഉറപ്പാക്കാനും ഇത് സഹായിക്കുന്നു. തൊഴിൽ വിപണിയെ നിയന്ത്രിക്കുക, പ്രൊഫഷണൽ മാനദണ്ഡങ്ങൾ വർദ്ധിപ്പിക്കുക, നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ നിന്ന് തൊഴിലുടമകളെയും ഗുണഭോക്താക്കളെയും സംരക്ഷിക്കുക തുടങ്ങിയവയ്ക്കും ഇത് സഹായിക്കുന്നുണ്ട്. വ്യാജരേഖ നിർമ്മിച്ചാൽ നിയമം അനുശാസിക്കുന്ന പിഴകളും മറ്റു നടപടിക്രമങ്ങളും നേരിടേണ്ടി വരുമെന്നും മന്ത്രാലയം ഓർമ്മിപ്പിച്ചു. മീഡിയ 1 മസ്കത്ത്.